പ്രവാസലോകത്തെ വാർത്തകൾ 2025 നികുതി റിട്ടേൺ സമർപ്പിക്കാനുള്ള സമയപരിധി ജൂൺ 30 വരെ നീട്ടിയതായി ജനറൽ ടാക്സ് അതോറിറ്റി അറിയിച്ചു. നികുതിദായകർക്ക് കൂടുതൽ സമയം നൽകുന്നതിനും നടപടികൾ എളുപ്പമാക്കുന്നതിനുമാണ് തീരുമാനം. മുൻപ് ഏപ്രിൽ 30 വരെയായിരുന്നു റിട്ടേൺ സമർപ്പിക്കാനുള്ള അവസാന തീയതി നിശ്ചയിച്ചിരുന്നത്. വാണിജ്യ രജിസ്ട്രേഷൻ, ട്രേഡ് ലൈസൻസ് അല്ലെങ്കിൽ ഹോം ലൈസൻസ് ഉള്ള എല്ലാ കമ്പനികൾക്കും സ്ഥാപനങ്ങൾക്കും ഈ സമയം നീട്ടൽ ബാധകമാണ്. നികുതിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട സ്ഥാപനങ്ങൾ ഉൾപ്പെടെ എല്ലാ സ്ഥാപനങ്ങളും നിർദ്ദിഷ്ട സമയപരിധിക്കുള്ളിൽ റിട്ടേണുകൾ സമർപ്പിക്കണമെന്ന് അതോറിറ്റി നിർദ്ദേശിച്ചിട്ടുണ്ട്. പിഴ ഒഴിവാക്കുന്നതിനായി ധരീബ ടാക്സ് പോർട്ടൽ വഴി റിട്ടേൺ സമർപ്പിക്കൽ നിർബന്ധമാണെന്നും അധികൃതർ വ്യക്തമാക്കി. അതേസമയം പെട്രോളിയം, പെട്രോ കെമിക്കൽ മേഖലകളിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾക്ക് ഈ ഇളവ് ബാധകമല്ല. ഈ മേഖലകളിലെ സ്ഥാപനങ്ങൾ ഏപ്രിൽ 30-നകം തന്നെ നികുതി റിട്ടേൺ സമർപ്പിക്കേണ്ടതുണ്ട്. നിർദ്ദിഷ്ട സമയപരിധി പാലിക്കാത്ത പക്ഷം പിഴ അടയ്ക്കേണ്ടി വരുമെന്നും നിയമ നടപടികൾ നേരിടേണ്ടി വരാനിടയുണ്ടെന്നും മുന്നറിയിപ്പ് നൽകി. നികുതി നിയമങ്ങൾ കൃത്യമായി പാലിക്കുന്നത് ബിസിനസ് പ്രവർത്തനങ്ങളുടെ തുടർച്ചയ്ക്ക് അനിവാര്യമാണെന്നും സമയപരിധി നീട്ടിയിരിക്കുന്ന ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും ജനറൽ ടാക്സ് അതോറിറ്റി നികുതിദായകരോട് നിർദ്ദേശിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഹോർമുസ് കടലിടുക്ക് അടഞ്ഞുകിടക്കുന്നത് യൂറോപ്പിലെ വ്യോമയാന മേഖലയെ സാരമായി ബാധിക്കുന്നു. 20,000 സർവീസുകൾ വെട്ടിക്കുറച്ച് ലുഫ്താൻസ വിമാന കമ്പനി. അമേരിക്കയും ഇസ്രയേലും പങ്കാളികളായി ഇറാനെതിരെ നടത്തുന്ന യുദ്ധം ലോകത്തെ എങ്ങനെയെല്ലാം ബാധിക്കുന്നു എന്നതിന്റെ മറ്റൊരു തെളിവായിരിക്കുകയാണ് പ്രമുഖ ജർമ്മൻ വിമാന കമ്പനിയായ ലുഫ്താൻസ ഗ്രൂപ്പ്. അടുത്ത 6 മാസത്തിനുള്ളിൽ 20,000 സർവീസുകൾ വെട്ടിക്കുറയ്ക്കുകയാണ്. ഇന്ധന ലഭ്യത കുറയുകയും വില കുതിച്ചുയരുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിലാണ് വിമാന ഇന്ധനം ലഭിക്കാനായി കമ്പനി ഈ കടുത്ത തീരുമാനമെടുത്തത്. മെയ് മാസം വരെയുള്ള റദ്ദാക്കിയ വിമാനങ്ങളുടെ പട്ടിക കമ്പനി ഇതിനോടകം പുറത്തുവിട്ടു. ഒക്ടോബർ അവസാനത്തോടെ ഏകദേശം 40,000 മെട്രിക് ടൺ ഇന്ധനം ലാഭിക്കാനാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഇറാൻ തീരത്തെ തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്ക് അടഞ്ഞുകിടക്കുന്നത് യൂറോപ്പിലെ വ്യോമയാന മേഖലയെ സാരമായി ബാധിക്കുമെന്ന് കമ്പനികൾ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ലോകത്തെ ഊർജ്ജ വിതരണത്തിന്റെ നിർണായക പാതയായ ഹോർമുസ് വഴിയാണ് യൂറോപ്പിന് ആവശ്യമായ വിമാന ഇന്ധനത്തിന്റെ 41% എത്തുന്നത്. ഫെബ്രുവരി അവസാന വാരം യുദ്ധം ആരംഭിച്ചതു മുതൽ ആഗോള വിപണിയിൽ വിമാന ഇന്ധന വിലയിൽ 70%-ലധികം വർധനവാണുണ്ടായത്. യൂറോപ്പിൽ 6 ആഴ്ചത്തേക്ക് ആവശ്യമായ ഇന്ധനശേഖരം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എന്ന് അന്താരാഷ്ട്ര ഊർജ്ജ ഏജൻസി മേധാവി ഫാത്തി ബിറോൾ കഴിഞ്ഞയാഴ്ച വ്യക്തമാക്കിയിരുന്നു. ഊർജ്ജ പ്രതിസന്ധി ചർച്ച ചെയ്യുന്നതിനായി യൂറോപ്യൻ ഗതാഗത മന്ത്രിമാർ ചൊവ്വാഴ്ച യോഗം ചേർന്നിരുന്നു. ലാഭകരമല്ലാത്ത ഹ്രസ്വദൂര സർവീസുകളാണ് ലുഫ്താൻസ പ്രധാനമായും വെട്ടിക്കുറയ്ക്കുന്നത്. ഫ്രാങ്ക്ഫർട്ട്, മ്യൂണിക് എന്നിവിടങ്ങളിൽ നിന്നുള്ള സർവീസുകളെയാണ് ഇത് ബാധിക്കുക. അതേസമയം സൂറിച്ച്, വിയന്ന, ബ്രസൽസ് എന്നിവിടങ്ങളിൽ നിന്നുള്ള സർവീസുകൾ വർദ്ധിപ്പിക്കാനും കമ്പനി ആലോചിക്കുന്നുണ്ട്. ചെലവ് ചുരുക്കുന്നതിന്റെ ഭാഗമായി ലുഫ്താൻസ സിറ്റി ലൈനിന്റെ 27 പഴക്കമേറിയ വിമാനങ്ങൾ സ്ഥിരമായി നിർത്തലാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ലുഫ്താൻസയ്ക്ക് പുറമെ മറ്റ് യൂറോപ്യൻ വിമാന കമ്പനികളും പ്രതിസന്ധിയിലാണ്. ഇന്ധന വിപണിയിലെ അനിശ്ചിതത്വം വരും മാസങ്ങളിൽ വ്യോമയാന മേഖലയെ കൂടുതൽ തളർത്തുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സാമ്പത്തിക ഇടപാടുകൾ ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് മാറ്റാൻ UAE മിനിസ്ട്രി ഓഫ് ഫിനാൻസ് പുതിയ ഇൻവോയ്സിംഗ് സംവിധാനം അവതരിപ്പിച്ചു. ഇതുവഴി ബിസിനസ്സുകൾക്ക് കൂടുതൽ സുതാര്യവും കൃത്യവുമായ ഇടപാടുകൾ സാധ്യമാകും. സാമ്പത്തിക ഇടപാടുകൾ കൂടുതൽ കാര്യക്ഷമവും സുതാര്യമാക്കുന്നതിനുമായി പുതിയ ഇൻവോയ്സിംഗ് സംവിധാനവുമായി UAE മിനിസ്ട്രി ഓഫ് ഫിനാൻസ് രംഗത്തെത്തി. 4 കോർണർ മോഡൽ എന്ന പേരിൽ അവതരിപ്പിച്ചിരിക്കുന്ന ഈ സംവിധാനത്തിലൂടെ അംഗീകൃത സേവനദാതാക്കൾ മുഖേന ബിസിനസ് സ്ഥാപനങ്ങൾ തമ്മിൽ ഇലക്ട്രോണിക് ഇൻവോയ്സുകൾ കൈമാറാൻ സാധിക്കും. ബിൽ അയക്കുന്നവരും സ്വീകരിക്കുന്നവരും അംഗീകൃത ഡിജിറ്റൽ ചാനലുകൾ വഴി ബന്ധിപ്പിക്കപ്പെടുന്നതോടെ ഇടപാടുകളിൽ കൂടുതൽ കൃത്യതയും സുരക്ഷയും ഉറപ്പാക്കാൻ കഴിയുമെന്ന് അധികൃതർ വ്യക്തമാക്കി. ഈ സംവിധാനത്തിന്റെ ഭാഗമായി ഫെഡറൽ ടാക്സ് അതോറിറ്റിയുടെ ഇമാര ടാക്സ് പ്ലാറ്റ്ഫോം വഴി ബിസിനസ്സുകൾക്ക് അംഗീകൃത സേവനദാതാക്കളെ തിരഞ്ഞെടുക്കാനുള്ള സൗകര്യം ലഭ്യമാകും. നികുതിയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിംഗ് നടപടികൾ ജൂലൈയിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിക്കാനാണ് തീരുമാനം. ഇതിലൂടെ മാനുഷിക പിഴവുകൾ കുറയ്ക്കാനും നികുതി സംവിധാനത്തിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിടുന്നതായി അധികൃതർ അറിയിച്ചു. പുതിയ ഇൻവോയ്സിംഗ് സംവിധാനം രാജ്യത്തിന്റെ സാമ്പത്തിക രംഗത്തെ ഡിജിറ്റൽ വൽക്കരണം വേഗത്തിലാക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുമെന്ന് യൂനിസ് ഹാജി അൽഖൂരി വ്യക്തമാക്കി. അന്താരാഷ്ട്ര നിലവാരങ്ങൾ പാലിക്കുന്ന ഈ മാറ്റം UAEയിലെ ബിസിനസ് അന്തരീക്ഷം കൂടുതൽ ആധുനികവും മത്സരാധിഷ്ഠിതവുമാക്കുമെന്നും കമ്പനികൾക്ക് ഇടപാടുകൾ കൂടുതൽ ലളിതമായി നിയന്ത്രിക്കാൻ സഹായകരമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.